വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് ഫൈൻ അടിച്ച് കുമ്പളം ടോൾ പ്ലാസ. തിരുവനന്തപുരം പേട്ട സ്വദേശി അനൂപ് കൃഷ്ണയുടെ വാഹനത്തിനാണ് ഈ ഫൈൻ ഉണ്ടായിരിക്കുന്നത്. 2 തവണ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായെന്നാണ് അനൂപ് റിപ്പോർട്ടറിനോട് പറയുന്നത്. ഫാസ്ട്രാഗ് പ്രൊവൈഡർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. തുടർന്ന് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് അനൂപ്. ആ പ്രതികരണം ഒന്ന് കാണാം. ഫോണിൽ മെസ്സേജ് വന്നു, അതായത് എൻ്റെ വണ്ടിയുടെ പേരിൽ ഫാസ്ടാഗ് ഡെബിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പളം ടോൾ പ്ലാസയിൽ നിന്ന്. വണ്ടി ഇവിടെ തന്നെ ഉണ്ട്, ട്രിവാൻഡ്രത്താണ് ഉണ്ടായിരുന്നത്. ഫാസ്ടാഗ് പ്രൊവൈഡർ ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം ഒരു ഇമെയിലും പിന്നെ RC ബുക്കിൻ്റെ ഫോട്ടോയും വന്ന മെസ്സേജിന് സ്ക്രീൻഷോട്ടും വെച്ച് കസ്റ്റമർ ഈ ഇമെയിൽ ചെയ്തു. അപ്പോൾ അവർ അത് തിരിച്ച് റിപ്ലൈ ചെയ്തത് റോങ് ഡെബിറ്റ് ഫ്രം ദ ടോൾ പ്ലാസ എന്ന് പറഞ്ഞാൽ റിപ്ലൈ ചെയ്തത്. അങ്ങനെ ഒരു 4 days കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ വീണ്ടും സെയിം മെസ്സേജ് 45 rupees ഡെബിറ്റ് ആയി എന്ന് പറഞ്ഞു. സെയിം ടോൾ പ്ലാസ. രണ്ടാമതും അതേ ടോൾ പ്ലാസയിൽ നിന്ന് വന്നപ്പം അത് സസ്പീഷ്യസ് ആയിട്ട് തോന്നി. ഈ മെസ്സേജിന് റിപ്ലൈ ആയിട്ട് തന്നെ വീണ്ടും ഇമെയിൽ കൊടുത്തു. അപ്പോൾ അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ നടപടിയായിട്ടൊന്നും വന്നിട്ടില്ല. പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു ഇമെയിൽ ഞാൻ അയച്ചു, ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ അയച്ചു. ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ. ഇതൊരു വിചിത്രമായ സംഭവമാണല്ലോ. ഇതിപ്പോൾ ഈ ഫൈൻ അടിച്ചത് ഈ ടോൾ പ്ലാസയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഫൈൻ അല്ലേ? എന്താണ് ഇതിൽ നൽകുന്ന വിശദീകരണം? ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിട്ട് എത്ര ദിവസമായി? സ്മൃതി, ഗുഡ് മോർണിംഗ്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു തരത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. കാരണം ഇതിൽ അനൂപ് കൃഷ്ണ തിരുവനന്തപുരം പേട്ട സ്വദേശിയാണ്. പാരിപ്പള്ളി ഒരു കോളേജിലെ ജീവനക്കാരൻ കൂടിയാണ്. ഈ കോളേജിലെ വാഹനത്തിലാണ്, ബസ്സിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് പോലും. വല്ലപ്പോഴും മാത്രമാണ് ഈ കാറ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാറാണ് ഇപ്പോൾ കുമ്പളം ടോൾ പ്ലാസയിൽ നിന്നും ഈ ഫാസ്ടാഗിൽ നിന്നും ഇപ്പോൾ ഈ എമൗണ്ട് ഡെബിറ്റ് ആയിരിക്കുന്നത്. 45 രൂപ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ തന്നെയും 2 തവണ ഈ എമൗണ്ട് ഡെബിറ്റ് ആയതിലാണ് ഇപ്പോൾ ആ കുടുംബം വലിയ ആശങ്കയിലായിരിക്കുന്നു. ആദ്യ തവണ ഈ ഫാസ്ടാഗിൽ നിന്ന് എമൗണ്ട് ഡെബിറ്റ് ആയപ്പോൾ തന്നെയാണ് ഈ പ്രൊവൈഡറായിട്ടുള്ള ഫെഡറൽ ബാങ്കിന് ഈ അനൂപ് കൃഷ്ണ പരാതി നൽകിയിരുന്നു. പക്ഷേ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഫെബ്രുവരി 17-ാം തീയതി വീണ്ടും ഈ 45 രൂപ വീണ്ടും ഡെബിറ്റ് ആയപ്പോഴാണ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്നും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അനൂപ് പങ്കുവെക്കുന്നത്. കാരണം ആദ്യ തവണ പരാതി നൽകിയെങ്കിൽ ആ പരാതിയിൽ ബാങ്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ രണ്ടാമത് ഈ എമൗണ്ട് ഡെബിറ്റ് ആകില്ല എന്നുള്ളതാണ് അനൂപ് മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. എന്തായാലും ഈ കാറ് ഈ സമയങ്ങളിലോ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലോ ഒന്നും തന്നെ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അനൂപ് പ്രധാനമായും. യാത്ര പോകാതെയാണ് ഈ ഫൈൻ അടച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പരാതിയിൽ പോലീസ് എന്ത് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ടോൾ പ്ലാസയിൽ നിന്ന് ഇക്കാര്യത്തിൽ ലഭിക്കുന്ന വിശദീകരണം എന്നൊക്കെ ഉള്ളത് പ്രധാനമാണ്. വീട്ടിലിരിക്കുന്ന കാറിന് ഫൈൻ എന്ന വാർത്തയാണ്.